നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് വ്യാഴമാറ്റത്തെ കുറിച്ചാണ്. 2024 വ്യാഴമാറ്റം ഏതൊക്കെ നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 1199 ആണ്ട് മേടം 18 തീയതി, അതായത് 2024 മെയ് മാസം 1 തീയതി തിരുവോണം നക്ഷത്രവും ബുധനാഴ്ച ദിവസവും അഷ്ടമി തിഥിയും ശുഭനാമ നിത്യയോഗവും ഒത്തുചേർന്ന ദിവസം വ്യാഴൻ ഉച്ചയ്ക്ക് 1 മണിക്ക് മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ പ്രവേശിക്കുന്ന സമയം എന്തൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ജാതകത്തിൽ നല്ല ദശാപകാര കാലഘട്ടമാണെങ്കിൽ തീർച്ചയായും ഈ ചാരഫലം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതായിരിക്കും. 1 വർഷക്കാലം ഈ ഫലം നിങ്ങൾക്ക് അനുകൂലമായി കിട്ടുന്നതായിരിക്കും. ആദ്യമായി വ്യാഴമാറ്റം കൊണ്ട് ഗുണമുണ്ടാകുന്ന ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി കർക്കിടകക്കൂറാണ് എടുത്തു പറയേണ്ടത്. പുണർദത്തിന്റെ കാലും പൂയവും ആയില്യവും ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് വളരെയേറെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ് 2024 മെയ് മാസം 1 ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചെങ്കിലും ഇനിയുള്ള 1 വർഷക്കാലം ലാഭത്തിന്റെ കാലമായി മാറുവാൻ ഇടയുണ്ട്. ലാഭം കൂടുതൽ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഈ 2024 മുതൽ 2025 തുടക്കം വരെ ഈ നക്ഷത്രക്കാർ പല മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭമുണ്ടാക്കുവാൻ അതിശക്തരായി മാറുകയാണ്. ഈ നക്ഷത്രക്കാർക്ക് തൊഴിലിൽ അഭിവൃദ്ധിയും, പുതിയ തൊഴിലുകൾ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുവാൻ സാധിക്കുകയും സഹോദരന്മാരുമായി കൂടിച്ചേർന്ന് പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുകയും സഹോദരന്മാരിൽ നിന്നും ധനം ലഭിക്കുവാനുള്ള അനുകൂല അവസ്ഥയും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയവും അതുപോലെ മാനസികമായും ശാരീരികമായും ഉല്ലാസങ്ങൾ ഉണ്ടാകുകയും യാത്ര പോകുവാൻ ഇടയുള്ള സമയം കൂടിയാണ് 2024. പുതിയ വീടുകൾ വയ്ക്കുവാനുള്ള യോഗവും പഴയ വീടുകൾ പുതുക്കി പണിയുവാനുള്ള യോഗവും വളരെയേറെ സുഹൃത്തുക്കളെ സമ്പാദിക്കുന്ന ഒരു സമയം. പുതിയ സുഹൃത്തുക്കൾ വഴി ഇവർക്ക് വളരെയേറെ അനുകൂല അവസ്ഥകൾ ഉണ്ടാകുകയും നക്ഷത്രക്കാർ വളരെയേറെ പാടുപെട്ടിരുന്ന കാലമായിരുന്നു 2023. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2024 ഇവർക്ക് തികച്ചും ഒരു നേട്ടമുള്ള ഒരു സമയം കൂടിയാണ്. കലാകാരന്മാർക്ക് കലയിൽ അഭിവൃദ്ധിയും കലയിൽ പ്രോത്സാഹന സമ്മാനങ്ങളും കല മറ്റുള്ളവരെ സ്വാധീനിക്കുകയും അവർ വഴി നിങ്ങൾക്ക് ഒരുപാട് കലാസംബന്ധമായ അവാർഡുകൾ, ഗവൺമെന്റിൽ നിന്നുമുള്ള അംഗീകാരം മുതലായ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാകുന്നു. രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്ക് രോഗം മാറുകയും പുതിയ ചികിത്സകൾ കണ്ടെത്തുവാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യും. അതുപോലെ ജലാശയവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്തിരുന്നവർക്ക് തൊഴിലിൽ അഭിവൃദ്ധിയും ആ തൊഴിലിൽ തന്നെ സ്ഥാനക്കയറ്റം ഉണ്ടാകുകയും ഇടയുണ്ട്. പക്ഷേ ജീവിതത്തിൽ വളരെയേറെ പാടുപെട്ടിരുന്ന വ്യക്തികൾ പോലും ഈ വ്യാഴമാറ്റം കൊണ്ട് വളരെ ഉന്നതിയിലെത്തുവാൻ സാധ്യതയുണ്ട്. അവരുടെ ജാതകം നോക്കി എല്ലാ ഗ്രഹങ്ങളുടെയും ബലാബലവും കണക്കിലാക്കി വേണം ഈ ഫലം ഉൾക്കൊള്ളിക്കുവാൻ. പിതാവിൽ നിന്നും വളരെയേറെ സഹായങ്ങളും സന്തോഷകരമായ കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാകുന്നു. അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാകുന്നു. എന്ത് കാര്യത്തിലും ഒരു ഭാഗ്യവും ദൈവാധീനവും ഉണ്ടാകും. സർവേശ്വരകാരകനാണല്ലോ വ്യാഴം. അതുകൊണ്ട് ഈശ്വരന്മാരുടെയും അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്ക് തീർച്ചയായും ഉണ്ടാകും. പിണങ്ങി നിന്നവർ ഒന്നിക്കുകയും ശത്രുക്കൾ മിത്രങ്ങളായി മാറുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാകും ഈ വർഷം. അടുത്ത് നമുക്ക് മേടക്കൂറിൽ ജനിച്ചവരുടെ ഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അശ്വതി, ഭരണി, കാർത്തിക കാൽ മേടക്കൂറുകാർക്ക് 2024 മെയ് മാസം മുതൽ ഉണ്ടാകുന്ന മാറ്റം എന്തൊക്കെയെന്ന് പറയാം. മേടക്കൂറുകാരുടെ 2ാം ഭാവത്തിലാണ് വ്യാഴൻ സഞ്ചരിക്കുന്നത്.
2-ൽ വ്യാഴൻ വരുന്ന കാലത്ത് ഇവർക്ക് വാക്ക്, എഴുത്ത്, കൈകൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ഇവയിലെല്ലാം അഭിവൃദ്ധി ഉണ്ടാകുവാൻ വളരെ സാധ്യത കൂടുതലാണ്. എഴുത്തുകാർക്കും പ്രസംഗിക്കുന്നവർക്കും എഴുത്തുകാർക്ക് പല രീതിയിലുള്ള അംഗീകാരങ്ങളും, സിനിമ മുതലായ മേഖലയിൽ സ്ക്രിപ്റ്റ് എഴുതുന്നവർക്ക് വളരെ വിജയകരമായ ഒരു സമയമാകുകയും ചെയ്യുന്നു. പ്രസംഗിച്ച് മറ്റുള്ള ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ നേടുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഈ ഓരോ വാക്കും പറഞ്ഞ് ഓരോ വ്യക്തികളെയും വളരെ രീതിയിൽ ആകർഷിപ്പിക്കുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഈ 2024 മുതൽ 2025 വരെ ഇവർക്ക് നേടുവാൻ കഴിയുന്നത്. യന്ത്രവുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ആ മേഖലയിൽ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുവാനും അതുവഴി ശ്രദ്ധ നേടുവാനും സാധിക്കും. ഇടതു കണ്ണിന് അസുഖങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ആ കണ്ണിന്റെ അസുഖങ്ങൾ മാറുവാനുള്ള സമയം കൂടിയാണ്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കും വിദ്യയിൽ വളരെയേറെ അഭിവൃദ്ധി ഉണ്ടാകുകയും പരീക്ഷാ വിജയത്തിൽ 100% മാർക്കുകൾ നേടുവാനും ഇവർക്ക് സാധിക്കുന്നു. കുടുംബ വീട് പുതുക്കി പണിയുകയും വീടിന്റെ ഒരു ഷെയർ കിട്ടുവാനുമുള്ള യോഗവും ഉണ്ടാകുന്നു. സ്ഥാനക്കയറ്റവും തൊഴിലിൽ പ്രശസ്തിയും പ്രശംസയും നേടുവാൻ സാധിക്കുന്നു. അതുപോലെ പുതിയ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെയേറെ നേട്ടമുണ്ടാകുമെങ്കിലും ആദ്യകാലങ്ങളിൽ കുറച്ച് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായി വരാം. എങ്കിലും തീർച്ചയായും ഈ വർഷത്തിന്റെ പകുതിക്കാലത്തോളം എത്തുമ്പോൾ ഇവർക്ക് പൂർണ്ണ അഭിവൃദ്ധി നേടുവാൻ കഴിയും. അടുത്തതായി മകം, പൂരം, ഉത്രം കാല് ചിങ്ങക്കൂറുകാരെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ചിങ്ങക്കൂറുകാർക്ക് 7-ൽ ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് കണ്ടകശനി കാലഘട്ടമാണ്. കഴിഞ്ഞ വർഷം ഇവർ വളരെയേറെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും വ്യാഴൻ 10-ൽ വരുന്നത് കൊണ്ട് 2024 മെയ് മാസം 1-ാം തീയതി മുതൽ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൂർണ്ണ വിജയം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും. PSC മുതലായ പരീക്ഷകൾ എഴുതിയവർക്ക് ലിസ്റ്റിൽ വരികയും ജോലി ലഭിക്കുവാനുള്ള സമയവും കൂടിയാകുന്നു 2024. തൊഴിലിൽ സ്ഥാനക്കയറ്റവും തൊഴിലിൽ അഭിവൃദ്ധിയും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കാർഷിക മേഖലയിൽ വളരെ ഉന്നതി ലഭിക്കുകയും ഗവൺമെന്റിൽ നിന്നുമുള്ള അംഗീകാരങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ടാകുകയും പുതിയ ഫാമുകൾ തുടങ്ങുവാനുള്ള സമയം കൂടിയാകുന്നു 2024. പുതിയ തൊഴിൽ പഠിക്കുന്നതിനും ആ തൊഴിൽ വഴി പുതിയ ജോലി നേടിയെടുക്കുവാനും സാധിക്കും. പുതിയ ഓരോ മേഖലയിൽ പ്രവർത്തിച്ചാലും ഇവർ ആ മേഖല നന്നായി പഠിച്ച ശേഷം കൈകാര്യം ചെയ്യുവാനും സാധ്യത വളരെ കൂടുതലാണ്. ആ തൊഴിലിൽ തന്നെ ഇവർക്ക് പ്രശസ്തിയും അംഗീകാരങ്ങളും ലഭിക്കുവാനുള്ള ഒരു സമയം കൂടിയാണ് ഈ വർഷം. പക്ഷേ എങ്കിലും കണ്ടകശനി ചാരവശാൽ ഉള്ളതിനാൽ ഈ പറഞ്ഞ ഫലങ്ങളെല്ലാം വളരെ താമസിച്ചേ ഫലവത്താകുകയുള്ളൂ. ഉത്രം മുക്കാല് അത്തം ചിത്തിരയിടാര കന്നിക്കൂറുകാർക്ക് കഴിഞ്ഞ വർഷം വളരെ ക്ലേശങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. വളരെയേറെ കഷ്ടപ്പാടുകളും ധനനഷ്ടവും ഉണ്ടായിരുന്ന ഒരു വർഷമായിരുന്നു 2023 മുതൽ 2024 ഏപ്രിൽ മാസം വരെ. പക്ഷേ മെയ് മാസം മുതൽ ഇവർക്ക് വളരെയേറെ അഭിവൃദ്ധികൾ ഉണ്ടാകുന്നു. കടം കൊടുത്ത പണം തിരികെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകുകയും അച്ഛന്റെ അനുഗ്രഹങ്ങളും അച്ഛനിൽ നിന്നും ഒരുപാട് നല്ല നല്ല ഉപദേശങ്ങൾ കിട്ടുകയും അതുവഴി ജീവിതത്തിൽ ഒരുപാട് അഭിവൃദ്ധി നേടുവാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നു. വിവാഹം കഴിയാത്തവർക്ക് വിവാഹം കഴിയുവാനുള്ള യോഗവും ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുവാനുള്ള ഒരു സമയം കൂടിയാണ് 2024 മെയ് മാസം കഴിഞ്ഞാൽ തീർച്ചയായും ജോലി ലഭിക്കും. പുതിയ പുതിയ ആശയങ്ങൾ
കൊണ്ടുവരുവാനും അതുവഴി നേട്ടങ്ങൾ നേടുവാനും സാധിക്കും ഈ നക്ഷത്രക്കാർക്ക്. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ വ്യാഴമാറ്റ ഫലം എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വ്യാഴമാറ്റത്തോടുകൂടി പല രീതിയിലുള്ള യാത്രകൾ പോകേണ്ടതായി വരാം. യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള തൊഴിലുകൾ ലഭിക്കുവാനും ഈ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നു. ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ടെസ്റ്റുകൾ എഴുതിയ വ്യക്തികൾക്ക് ആ ടെസ്റ്റുകൾ പൂർണ്ണമായും വിജയിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ വിവാഹം ആവാത്തവർക്കും വിവാഹ താമസം നേരിടുന്നവർക്കും വിവാഹം കഴിയുവാനുള്ള യോഗമുണ്ടാകുകയും ഇവർക്ക് പൊതുവെ എപ്പോഴും അലച്ചിലായിരുന്ന ഒരു കാലമായിരുന്നു കഴിഞ്ഞ വർഷം. ആ അലച്ചിലിൽ നിന്നും വളരെയേറെ ഉന്നതിയും അഭിവൃദ്ധിയും ഉണ്ടാകുവാൻ പോകുന്ന ഒരു സമയമാണ് ഈ വ്യാഴമാറ്റം. അടുത്തതായി മകരക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത്. മകരക്കൂറുകാരെ എങ്ങനെ വ്യാഴം സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മകരക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന നക്ഷത്രം ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിന്റെ അര നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ 7.5 ശനി കാലഘട്ടമാണ്. ആയതിനാൽ എല്ലാ കാര്യങ്ങളിലും തടസ്സമുണ്ടാകും. വ്യാഴമാറ്റം കൊണ്ട് ഇവർക്ക് ഫലം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മിശ്രഫലമായി ഇവരുടെ ഫലം കണക്കാക്കാൻ പാടുള്ളൂ. വ്യാഴമാറ്റവും കൊണ്ട് ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. അതുപോലെ 7.5 ശനി ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും തടസ്സമുണ്ടാകുകയും ചെയ്യും. വ്യാഴൻ മാറി 5-ാം ഭാവത്തിലാണ് ഇവർക്ക് വരുന്നത് കൊണ്ട് സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനങ്ങൾ ലഭിക്കുവാനുള്ള യോഗമുണ്ടാകും. പക്ഷേ എങ്കിലും അതിനും കുറച്ച് കാലതാമസം എടുക്കും. 2 ദിവസം കൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഒരു 6 ദിവസം കൊണ്ട് നടക്കേണ്ടതായി വരാം. അതുപോലത്തെ ഒരു അവസ്ഥയായിരിക്കും മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും വരുന്നത്. മകരക്കൂറുകാർക്ക് മനസ്സിൽ പല പല പ്ലാനുകൾ ഉണ്ടാകുമെങ്കിലും ആ പ്ലാനുകളൊന്നും ഈ വർഷം പകുതി വരെ അവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. മകരക്കൂറുകാർക്ക് ആ പ്ലാനുകൾ പ്രായോഗികമാക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വിഷമങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും 2024. ഇവരുടെ കൈക്കോ കാലിനോ അസുഖങ്ങൾ ഉണ്ടാകുവാനും ഇവരുടെ കൈകാലുകൾ മുറുവാനോ തട്ടുവാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് രാത്രികാല യാത്രകൾ ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും. അടുത്തത് കുംഭക്കൂറ്. അവിട്ടത്തിന്റെ അരയും ചതയം, പൂരുരുട്ടാതിയുടെ മുക്കാൽ ഈ നക്ഷത്രക്കാരാണ് കുംഭക്കൂറിൽ ഉൾപ്പെട്ടത്. കുംഭക്കൂറുകാർക്ക് 4-ൽ വ്യാഴൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഗൃഹനിർമ്മാണവും ഗൃഹം പുതുക്കിപ്പണിയുകയും മാതാവിൽ നിന്നും അനുകൂലമായ അവസ്ഥയുണ്ടാകുകയും പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ എങ്കിലും 7.5 ശനി നിലനിൽക്കുന്നത് കൊണ്ട് ഏത് കാര്യത്തിനിറങ്ങിത്തിരിച്ചാലും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാകുന്നു. എല്ലാ കാര്യങ്ങളും വളരെ താമസിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും വളരെ തടസ്സങ്ങൾ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും വളരെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഇറങ്ങിത്തിരിക്കുവാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ വളരെയേറെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായി വരും. ഈ വർഷത്തിന്റെ പകുതിയോളം ആകുമ്പോഴേ വ്യാഴന്റെ ഫലം ഇവർക്ക് പൂർണ്ണമായും കിട്ടുകയുള്ളൂ. അതുവരെ മിശ്രഫലങ്ങളായിരിക്കും ഇവർ അനുഭവിക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.